Hello everyone, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 16 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. എന്താ ഇന്ന് ഞാനെന്നല്ലേ വിചാരിക്കുന്നത്? സോറി, നമ്മുടെ ആദിത്യ സാർ ഓൺ ലീവ് ആണ്. അതുകൊണ്ട് ഇന്നും ഞാൻ തന്നെയാണ് ഡിസ്കഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആർട്ടിക്കിൾസ് എന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നിരുന്നു ഇന്നലെ അബൌട്ട് വഖഫ് ആക്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുവിലെ ഒപ്പഡില് ഇന്ത്യസ് എക്കണോമിക് അംബിഷൻസ് നീഡ് ബെറ്റർ ജെൻഡർ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ദെൻ എഡിറ്റോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്നലെ സൺഡേ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടന്നിരുന്നു. അപ്പോൾ ആ മാച്ച് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ദെൻ നമ്മൾ കൊൽഹൻ ട്രൈബിന്റെ മങ്കി മുണ്ട സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ റെഡ് ഫോർട്ടില് പൊല്യൂഷൻ കാരണം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ടോപ്പിക്സ് കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഓർഡർ ഓൺ വഖഫ് ആക്ട് എന്ന് പറയുന്നത്. വഖഫ് ആക്ട് 2025 എന്ന് പറയുന്ന ഒരു ആക്ട് ഏപ്രിലിൽ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു. അപ്പോൾ ആ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആക്ട് റിലേറ്റഡ് ആയിട്ട് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എക്സ്പ്ലെയിൻ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ 2025 കൊണ്ടുവന്നിട്ടുള്ള ലോ ആണ് വഖഫ് ലോ എന്ന് പറയുന്നത്. അതിന് വഖഫ് നിയമം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. മുസ്ലിം ആചാരപ്രകാരം അവരുടെ ആചാരങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആ ഒരു ലാൻഡിന്റെ നടത്തിപ്പിന്, അവരുടെ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോർഡാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ആ ഒരു വഖഫ് ബോർഡ് അതുപോലെ തന്നെ ആ വഖഫ് ആക്ട് റിലേറ്റഡ് കുറച്ച് അമെന്റ്മെന്റുകൾ കൊണ്ടുവന്ന് പുതിയൊരു വഖഫ് ആക്ട് 2025 കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനെതിരെ മുസ്ലിംസ് അസോസിയേഷൻ അതുപോലെ തന്നെ കോൺഗ്രസ് അങ്ങനെ മറ്റു പാർട്ടികളൊക്കെ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ പോയിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളും നയങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ന്യൂസിൽ വരുന്നത്. അപ്പൊ ആ ഒരു നിയമത്തിനെ മൊത്തത്തിൽ സുപ്രീം കോടതി തള്ളിക്കളയുന്നില്ല. അത് നിയമം ശരിയാണെന്ന് സുപ്രീം കോടതി പറയുന്നു. അതുപോലെ തന്നെ അതിനകത്ത് 1-2 അമെന്റ്മെന്റുകൾ സുപ്രീം കോടതി അത് ശരിയല്ല, തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ള അമെന്റ്മെന്റുകൾ, എന്താണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഈ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Supreme Court Monday passed an interim order staying certain provisions of Waqf Amendment Act 2025. വഖഫ് ആക്ടിലെ കുറച്ച് പ്രൊവിഷൻസ് മാത്രമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നത്. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായ് അതുപോലെ തന്നെ ജസ്റ്റിസ് ഓഗസ്റ്റിൻ ജോർജ് മാഹിബ് ആണ് എൻറ്റയർ ലോ സ്റ്റേ ചെയ്യണം എന്നുള്ള ആ ഒരു പെറ്റീഷൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അവരാണ് ഈ ഒരു കാര്യങ്ങൾ ഇന്നലത്തെ അമെന്റ്മെന്റുകൾ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് വഖഫ് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. വഖഫ് is a permanent endowment of movable or immovable property by a Muslim for a purpose recognized by Islamic law as a pious, religious or charitable. Once a property is dedicated as waqf, its ownership is considered to be vested in God and it cannot be sold, gifted or inherited. അതായത് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം ആചാരപ്രകാരമുള്ള പ്രോപ്പർട്ടീസ്, അത് നമുക്ക് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു ഇതിനെ ഇപ്പോൾ ഒരു ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആരാധന പ്രകാരമായിട്ട് ആ ഒരു ഇതിന് ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അസുഖം വന്ന സമയത്ത് തന്നെ ഇത് കൊടുക്കാം അങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ഒരു ലാൻഡോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന വഖഫ് ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരാൾക്കും പിന്നെ അതിനകത്ത് അധികാരമൊന്നുമില്ല. ഇപ്പോൾ എനിക്കൊരു ലാൻഡ് ഉണ്ടായിരുന്നു, ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനകത്ത് അധികാരമൊന്നുമില്ല, കാരണം അത് വഖഫ് ബോർഡിന്റെ കയ്യിലാണ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ
ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, ഗോഡിന് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ അധികാരം ഫുൾ എന്താണ്, ദൈവത്തിന് മാത്രമാണ് ഉള്ളത്. ഈ വൺസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആള് എന്ന് പറയുന്നത് മുക്താവലി എന്ന് പറയുന്ന ആളാണ് ഈ കാര്യങ്ങളൊക്കെ വഖഫ് ബോർഡിന്റെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. അത് ഹു ആക്ട് ആസ് എ സൂപ്പർവൈസർ ടു എൻഷുർ ദാറ്റ് ദ ഇൻകം ജനറേറ്റഡ് ഫ്രം പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഫോർ ദ ഇന്റൻഡഡ് പർപ്പസ്. അതായത് ആ ഒരു വഖഫ് ബോർഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ റിസൾട്ടും, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം മോസ്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു മതാചാരപ്രകാരമായ ചടങ്ങുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പറയുന്ന മുക്താവലി ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ അമെൻമെന്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, എങ്ങനെയാണ് ഇതൊരു കോൺട്രവേഴ്സി ഒക്കെ ആയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞാൽ സർട്ടൻ കാര്യങ്ങൾ മാറ്റം വന്നു. ഡൂയിങ് എവേ വിത്ത് വഖഫ് ബൈ യൂസ്. അതായത് പണ്ട് കാലത്ത് വഖഫ് ബോർഡ്, ഇപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാലോ എല്ലാ കാര്യങ്ങളും റിട്ടേൺ ആയിട്ട് എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ ആ കുറച്ച് ലാൻഡ് ഇപ്പൊ ഗവൺമെന്റ് ലാൻഡോ പബ്ലിക് ലാൻഡോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലാൻഡൊക്കെ ഈ ഒരു ആചാരപ്രകാരമായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ ലാൻഡ് പിന്നീട് അങ്ങോട്ട് വഖഫിന്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു ഇത് ഇവിടെ ഈ ഒരു ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്തു. വഖഫ് ബൈ യൂസ് ഒരിക്കലും വഖഫ് ലാൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് എഴുതി റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ലാൻഡ് വഖഫ് ലാൻഡ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഒരു ലാൻഡ് ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ലാൻഡ് എന്റെ സ്വന്തമാവുന്നില്ല. വഖഫ് മതാചാരങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലാൻഡ് ഉപയോഗിച്ചിരുന്നു, അതിപ്പോ ഗവൺമെന്റ് ലാൻഡും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ പബ്ലിക് ലാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താണ് വഖഫിന്റെ ലാൻഡ് ആയിട്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതിന് റിട്ടേൺ ആയിട്ട് വേണം എന്നുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിരുന്നു. അബോളിഷ് ദ കൺസെപ്റ്റ് ഓഫ് വഖഫ് ബൈ യൂസ്. ദെൻ റിട്ടേൺ എഴുതി കൊടുത്താൽ മാത്രമാണ് അത് കാര്യമാവുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. ദെൻ പുതിയൊരു മാറ്റം കൊണ്ടുവന്നതെന്ന് പറയുന്നത് ന്യൂ സെക്ഷൻ 3C ടു വഖഫ് ആക്ട് 1995. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പബ്ലിക് ലാൻഡുകൾ ഈ പറയുന്ന വഖഫിന്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മിനിമം ഒരു ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ തഹസിൽദാർ എബോവ് ഉള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് ആള് കണ്ടെത്താണ്, അതായത് ഗവൺമെന്റ് ലാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ ഗവൺമെന്റ് ലാൻഡ് എന്തെങ്കിലും വഖഫിന്റെ കീഴിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം എന്താണ് തിരിച്ചെടുക്കാനായിട്ടുള്ളൊരു അധികാരം, അങ്ങനെ ഒരു ന്യൂ പവർ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തു. അതാണ് രണ്ടാമത്തെ അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് നോൺ മുസ്ലിം മെമ്പേഴ്സ് ഇൻ വഖഫ് ബോർഡ്. അതായത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റിലേറ്റഡ് കാര്യങ്ങൾ, പ്രോപ്പർട്ടി നോക്കാനൊക്കെ ആയിട്ടുള്ളതാണല്ലോ. ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളെ, ഒരു 4 നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളൊരു അമെൻമെന്റ് കൊണ്ടുവന്നു. പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് ആ മതാചാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അറിവുള്ള ഒരാളായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ 5-year റൂൾ ഫോർ ക്രിയേറ്റിംഗ് എ വഖഫ്. അതായത് ഒരു വഖഫ് ബോർഡ് ഇത് കൊടുക്കാനായിട്ട് അനദർ റിലീജിയൻ, ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ റിലീജിയൻ ആയിട്ട് ഒരാൾ കൊടുക്കാൻ വെച്ചു എന്ന് വെച്ചോ, അതായത് ഞാനൊരു അന്യമതസ്ഥയാണ്, എനിക്ക് ഈ പറയുന്ന വഖഫ് ബോർഡിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ ഞാൻ ആ ഒരു മതം സ്വീകരിച്ചിട്ട് ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ദാനം ചെയ്യാനും ആ ഒരു സ്ഥലം അവർക്ക് ഏറ്റെടുക്കാനായിട്ടും പറ്റുള്ളൂ എന്നുള്ളൊരു റൂള് കൊണ്ടുവന്നു. Definition of who could dedicate a property to Waqf status was also altered. A person must be able to show or demonstrate that they have been practicing Islam for at least 5 years to be eligible to dedicate a property as a Waqf. ഞാനൊരു മുസ്ലിം ആയിട്ട് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ 5 വർഷം മുസ്ലിം മതാചാര പ്രകാരം ജീവിച്ചതിന് ശേഷം മാത്രമാണ് എനിക്കൊരു ലാൻഡ് എന്താണ് വഖഫിന് ദാനമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അപ്ലിക്കബിലിറ്റി ഓഫ് ലിമിറ്റേഷൻ ആക്ട് 1995 ആക്ട് പ്രകാരം വഖഫ് ബോർഡിന്റെ ഏതെങ്കിലും ലാൻഡ് വേറൊരാൾ എടുത്തു, അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ലാൻഡ് മറ്റൊരാൾ ഉപയോഗിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസിൽ കൈകേറി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ലിമിറ്റിംഗ് കൊണ്ടുവന്നു. ആ ഒരു ലാൻഡ് എന്തെങ്കിലും എൻക്രോച്ച്മെന്റ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അതിനകത്ത് ലീഗലി മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അമെൻമെന്റുകൾ കൊണ്ടുവന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ് വഖഫ് ആക്ടിൽ കൊണ്ടുവന്നത്. ഇവിടെ
ഈ പറയുന്ന പാർട്ടീസ് എല്ലാം തന്നെ ഇതിനെതിരെ, അതായത് 64 പാർട്ടീസ് ആണ് ഈ പറയുന്ന വഖഫ് ആക്ടിന് എതിരായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നത്. അതിനകത്ത് പെറ്റീഷണേഴ്സ് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വഖഫ് ആക്ട് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടേതായ രീതിയിലുള്ള സ്വത്ത് കൈവശം വയ്ക്കാനും അത് ഉപയോഗിക്കാനുമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരായിട്ടാണ് ഈ അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നത് എന്നാണ് എതിർ പാർട്ടികൾ വാദിച്ചത്. റൈറ്റ് എബാലിഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിലീജിയസ് ചാരിറ്റബിൾ പർപ്പസ് ആൻഡ് റൈറ്റ് ടു മാനേജ്, ആ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പുതിയ കളക്ടറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് വന്നല്ലോ, അത് അവർ പറഞ്ഞത് ബൈപാസ് ദ ജുഡീഷ്യൽ പ്രോസസ്. ഇതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓവർ റീച്ച് ആണ്. എക്സിക്യൂട്ടീവ് പവറിനെ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. കാരണം ആർട്ടിക്കിൾ 26 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്. അപ്പൊ അതിനെ ഹനിക്കുന്നതാണ്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയോട് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വഖഫ് ബൈ യൂസ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ചലഞ്ച് ചെയ്തു. അതുപോലെ തന്നെ 5 ഇയർ റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രിമിനേറ്ററി, അതുപോലെ തന്നെ ആർബിട്രറി ആണ്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുപോലെ അപ്പോൾ ഇതിനകത്തൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കളക്ടറിന്റെ പവർ എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്ഷൻ 3 ഓഫ് പ്രകാരം കളക്ടറിന് ഒരു പദവി കൊടുത്തല്ലോ, അത് സുപ്രീം കോടതി എന്ത് ചെയ്തു, അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. വഖഫ് കാര്യങ്ങളുമായിട്ടുള്ള ഇത് ഇറ്റ്സ് ഓൾസോ സ്റ്റേ ദ പവർ ഓഫ് ദ ഡിസൈൻഡ് ഓഫീസർ ടു മേക്ക് കറക്ഷൻസ് ടു റവന്യൂ ബോർഡ്. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ബോർഡ് മെമ്പേഴ്സ്, നോൺ മുസ്ലിം ആയിട്ടുള്ള മെമ്പേഴ്സിനെ അപ്രൂവ് ചെയ്യാമെന്നുള്ള ആ ഒരു ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്യൂഡ് ഡയറക്റ്റീവ്, അതായത് നോൺ മുസ്ലിം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കണം. അതായത് 22 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 4 പേര് മാത്രമായിരിക്കണം നോൺ മുസ്ലിം ആയിട്ടുള്ള മെമ്പേഴ്സ്, ബാക്കി എല്ലാവരും മുസ്ലിം മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ആ 5 ഇയർ റൂൾ ഉണ്ടല്ലോ, 5 വർഷം ആ ഒരു മതത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്, അത് അത്രമാത്രം പ്രാക്ടിക്കൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇത് എന്തോരം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതെന്താണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദെൻ സ്റ്റേ ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് വഖഫ് ബൈ യൂസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻ ആക്ട്, ഇത് രണ്ടും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഇത് പ്രഥമ ദൃഷ്ട്യാ ഉള്ള കാര്യങ്ങളാണ്, അത് റിലേറ്റഡ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഓരോ പാർട്ടീസിന്റെയും കാര്യങ്ങൾ കൃത്യമായി കേട്ടതിന് ശേഷം ഇതിന് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ വഖഫ് അമെൻമെന്റ് ആക്ട് എന്താണ്, അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, ദെൻ എന്തൊക്കെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് സ്റ്റേ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നത് നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ്. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ജെൻഡർ ബേസിസ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് 2040 ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് ഡെവലപ്ഡ് കൺട്രി ആവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പറയുന്ന സമയത്ത് എടുത്തു പറയുന്നത്, നമ്മുടെ ഈ ഒരു നിലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡെവലപ്മെന്റിലേക്ക് എത്താനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ പോപ്പുലേഷനിലെ വുമൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പലരും അൺഎംപ്ലോയിഡ് ആണ്. അപ്പോൾ വുമൺ പോപ്പുലേഷൻ പാർട്ടിസിപ്പേഷൻ കൂടിയാൽ മാത്രമാണ് നമുക്ക് നമ്മളൊരു കൺട്രി പെട്ടെന്ന് ഡെവലപ്പായിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ 80% വുമൺ മാത്രമാണെന്ന് ഇന്നത്തെ കാലത്ത് നമ്മുടെ GDP-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി 80% എന്ന് പറയുമ്പോൾ ബാക്കി 70% എബോവ് പോപ്പുലേഷൻ ഔട്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു പോപ്പുലേഷനെ കൂടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ GDP ഗ്രോത്ത് കൂട്ടാനും കാര്യങ്ങളും പറ്റുള്ളൂ. ഇൻക്ലൂസീവ് ഗ്രോത്ത് cannot happen if half of its population remain invisible in the data that drive policy and investment. അതായത് പാർഷ്യൽ ഈക്വൽ ആയിട്ട് പോലും 50% എബോവ് എന്താണ് നമ്മൾ ഈ പറയുന്നതിന് പുറത്താണ്.
അപ്പൊ നമ്മൾ അത്രയും ആ ഒരു മാൻ പവർ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടാവും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നിയർലി 196 മില്യൺ എംപ്ലോയ്മെന്റ് വുമൻസ് ഔട്ട് ഓഫ് വർക്ക് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 41.7 ഇംപ്രൂവ്ഡ്. പക്ഷെ 18% ഓഫ് വുമൺ മാത്രമാണ് ഫോർമൽ എംപ്ലോയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ വുമൺ പാർട്ടിസിപ്പേഷൻ കൂട്ടുക അല്ലെങ്കിൽ ജോലി കൂട്ടിയാൽ മാത്രം കാര്യമില്ല. അവിടെ എന്താണ് കുറെ സ്ട്രക്ചറൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഇവരിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഉത്തർപ്രദേശിൽ അവരൊരു ഇൻഡെക്സ് കൊണ്ടുവന്നു. ആ ഒരു ഇൻഡെക്സ് ആണ് വുമൻസ് എക്കണോമിക് എംപവർമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതൊരു ഡിസ്ട്രിക്ട് ലെവൽ ടൂളാണ്. ആ ഒരു ഇതിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസ് പാർട്ടിസിപ്പേഷൻ എന്തുകൊണ്ടില്ല അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള വുമൻസ് പാർട്ടിസിപ്പേഷനെ അവർ കൃത്യമായിട്ട് അസസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ഇൻഡെക്സിൽ അവർ നോക്കുന്നത് 5 എക്കണോമിക് ലെവേഴ്സ് ആണ്. ഒന്നാമത്തെ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, സ്കില്ലിംഗ്, എന്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ലൈവ്ലിഹുഡ്, അതുപോലെ തന്നെ മൊബിലിറ്റി ആൻഡ് സേഫ്റ്റി, ഇൻക്ലൂസീവ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ കാര്യങ്ങളൊക്കെ അവരവിടെ നോക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ പൈസ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെലവാക്കിയതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ചെലവാക്കിയതുകൊണ്ട് കാര്യമില്ല. അവര് എഡ്യൂക്കേഷനിലേക്ക് കഴിഞ്ഞ് അത് എംപ്ലോയ്മെന്റിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എത്ര ആളുകൾക്ക് സ്കിൽ റിലേറ്റഡ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് എത്തുന്നുണ്ട്, അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സേഫ്റ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതായത് പലപ്പോഴും എന്തുകൊണ്ട് വുമൺ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നില്ല എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്തും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവർ നോക്കിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ട്രാൻസ്പോർട്ട് സെക്ടർ അവരെടുത്തു. അപ്പൊ ആ ഒരു ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് വുമൺ ഡ്രൈവേഴ്സ് കൂടുതൽ വരുന്നില്ല അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ വുമൻസ് പാർട്ടിസിപ്പേഷൻ കുറയുന്നു. അതിനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ബാത്റൂംസ് ഇല്ല, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഇല്ല, റൂം കാര്യങ്ങൾ, റെസ്റ്റ് റൂമുകൾ ഇല്ല, ടെർമിനൽസ് ഇല്ല, ഇതൊക്കെയാണ്. അപ്പൊ അതായത് നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല കൊടുക്കേണ്ടത്, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യണം. അപ്പോൾ ബൈ മാപ്പിംഗ് വെയർ വുമൺ ഡ്രോപ്പ് ഓഫ് ഫ്രം സ്കൂൾ ടു സ്കില്ലിംഗ് ടു വർക്ക് ഓർ എന്റർപ്രണർഷിപ്പ് ടു ക്രെഡിറ്റ്, ഇറ്റ് മൂവ്സ് ദ കോൺവെർസേഷൻ ബിയോണ്ട് പാർട്ടിസിപ്പേഷൻ റേറ്റ് ടു സ്ട്രക്ചറൽ ബാരിയേഴ്സ്. അതായത് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, അതായത് ഫ്രം സ്കൂൾ ടു വർക്ക് ആണെങ്കിൽ വർക്ക് ടു ഓണ്ടർപ്രണർഷിപ്പ്, ഏത് ലെവലിലാണെങ്കിൽ ഏത് സ്ട്രക്ചറിലാണ് മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അവിടെ മാറ്റം കൊണ്ടുവരണം. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് മാത്രം കുട്ടികൾ സ്കൂളിൽ വരണമെന്നില്ല. കാരണം അവർക്ക് സ്കൂളിൽ വരുന്ന സമയത്ത് ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഗേൾ ചൈൽഡ് വരുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ബാത്റൂം ഉണ്ടാവണം, അവരുടെ പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന പാഡുകൾ, അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് അവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഓരോ ലെവലിലും ആവശ്യമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് സെക്ടറിലാണെങ്കിൽ വാഷ്റൂംസ് വേണം, റെസ്റ്റ് റൂമുകൾ വേണം. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചറൽ കാര്യങ്ങളും എല്ലാം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അവർക്ക് കുറച്ച് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തത് കൊണ്ടോ ഈ പറയുന്ന ഒരു പ്രശ്നം നമുക്ക് എന്താണ് മാറ്റാനായിട്ട് പറ്റില്ല. This highlight not only participation gap but also the systematic barrier to finance and enterprise support that can direct from policy reforms. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ്, ജെൻഡർ കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ജെൻഡർ ബഡ്ജറ്റിംഗിന്റെ കാര്യമാണ്. Equally important is the need for rethink on gender budgeting. True gender budgeting applies a gender lens to every rupee spent across education, energy, infrastructure and more. It is simple. You cannot budget for what you do not measure. അപ്പോ ഇവിടെ ഈ പറയുന്ന യുപിയുടെ ഈ ഒരു ഫോം എന്ന് പറയുന്നത് നമുക്കൊരു ഫൗണ്ടേഷൻ തരുവാണ്. നമുക്ക് ഇനി അങ്ങോട്ട് എങ്ങനെ വുമൻസ് പാർട്ടിസിപ്പേഷൻ കൂട്ടാം, എങ്ങനെ വുമൻസ് എംപ്ലോയ്മെന്റ് റേറ്റ് കൂട്ടാം, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് റേറ്റ് കൂട്ടി നമ്മുടെ ഗ്രോത്തിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതെന്ന് പറയുന്നതാണ് നമുക്കൊരു ഫൗണ്ടേഷൻ തരുവാണ് ഇവർ നടക്കുന്ന ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും നടത്തി എന്തൊക്കെ സ്ട്രക്ചറൽ ബാരിയേഴ്സ് നമ്മൾ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് നല്ല രീതിയിൽ എന്താണ് വുമൻസ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാം. ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റുമെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
ദെൻ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ നമ്മുടെ സൺഡേ എന്തായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടന്നിരുന്നു. അപ്പൊ ആ മാച്ചിന്റെ സമയത്ത് മാച്ചിന് മുമ്പും കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ച് എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം, അത് ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പല ആളുകളും പറഞ്ഞിരുന്നു. ഈവൻ സുപ്രീം കോടതിയിൽ വരെ പോയിരുന്നു മാച്ച് ക്യാൻസൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോ മാച്ച് ടോസ് കിട്ടിയ സമയത്തും അതുപോലെ തന്നെ ടോസ് കഴിഞ്ഞ് വിൻ ചെയ്ത സമയത്തും നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു തീരുമാനം എടുത്തു, അവർ ഷേക്ക് ഹാൻഡ് ഇല്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിനെയാണ് എഡിറ്റോറിയലിൽ ഇവിടെ പറയുന്നത്. അതായത് അതൊരു നമ്മുടെ എത്തിക്സ് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ഒരിക്കലും എന്താണ് ഒരു പൊളിറ്റിക്കൽ ഗെയിം അല്ല. പൊളിറ്റിക്കൽ എപ്പോഴും ബാധിച്ചിട്ടില്ല ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു 1970s അതുപോലെ തന്നെ 2000 വാർ വന്ന സമയത്ത് പോലും ഈ ഒരു ഗെയിം വന്ന സമയത്ത് ഇതുമായിട്ട് മിക്സ് ആക്കിയിട്ടില്ല. അപ്പൊ ഈ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, മോറലി ശരിയല്ല എന്നാണ് ഇവിടെ എഡിറ്റോറിയലിൽ ആ ഒരു ഓഥർ പറയുന്നത്. Cricket has never been an immune to politics. Colonial India used it to negotiate power with imperial rulers, and independent India and Pakistan invested their encounters with the weight of partition. അപ്പോൾ നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൈ കൊടുക്കാതെ പോവുക എന്നുള്ളതില്ല. ആ ഒരു ട്രഡീഷൻ പ്രകാരം ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും കൈ കൊടുത്ത് പിരിയുക എന്നുള്ളതാണ് ഒരു ഗുഡ് മാനേഴ്സ്. ഒരിക്കലും പൊളിറ്റിക്സിനെ ഇതിന് മിക്സ് ചെയ്യരുത്. ക്രിക്കറ്റേഴ്സ് ഒരിക്കലും എന്താണ് സോൾജിയേഴ്സ് അല്ല എന്നാണ് എഡിറ്റോറിയലിലെ റിപ്പോർട്ടർ പറയുന്നത്. ഇറ്റ് ഈസ് ബാഡ് ഇനഫ് ദാറ്റ് ICC പ്ലേയേഴ്സ് ദ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഗെയിം ടീം. ഇപ്പൊ അവര് ICC ചെയ്ത മെയിൻ ഒരു പ്രശ്നമാണ്, അതായത് ഇന്ത്യനെയും പാകിസ്ഥാനെയും ഒരേ ടീമിൽ കൊണ്ടുവന്നു എന്നുള്ളത്. വേറെ ടീമിലായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ മാച്ചസ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. കാരണം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫൈനൽ സ്റ്റേജസിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടീം തമ്മിൽ മാച്ച് വരില്ലായിരുന്നു. അപ്പോ ICC ഇങ്ങനെ ഈ ഒരേ ടീമിൽ ഇവരിട്ടതും ശരിയായില്ല എന്നുള്ള രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. സ്പോർട്സ് ഈസ് പൊളിറ്റിക്കൽ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി വാർ മൈനസ് ദ ഷൂട്ടിംഗ് എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ ആള് ഡിസ്കസ് ചെയ്യുന്നത്. പത്രമാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ആണ് അബൌട്ട് കൊൽഹൻ ട്രൈബ്. ജാർഖണ്ഡിലെ ഒരു ട്രൈബാണ് കൊൽഹൻ ട്രൈബ് എന്ന് പറയുന്നത്. നമുക്കറിയാം ട്രൈബൽ ഏരിയാസിലെ ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ നിയമങ്ങളിൽ കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഈ കൊൽഹൻ ട്രൈബിന്റെ ഇടയിൽ നിന്നിരുന്ന സിസ്റ്റമാണ് മങ്കി മുണ്ട സിസ്റ്റം എന്ന് പറയുന്നത്. മാങ്കി മുണ്ട സിസ്റ്റം. ഈ മാങ്കി മുണ്ട സിസ്റ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, സെൽഫ് ഗവർണൻസ് സിസ്റ്റമാണ്. അതായത് പഞ്ചായത്തുകൾ ഉണ്ടല്ലോ, ലോക്കൽ പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്തുകൾ, അങ്ങനെ അവരും ഈ പറയുന്ന പഞ്ചായത്ത് സിസ്റ്റത്തിൽ നിന്നിരുന്ന ആളുകളാണ്. അവർക്ക് എന്താണ് ഇന്റേണൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഒരു ഗവർണൻസ് വഴിയാണ്, ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റമാണ്. അപ്പോൾ ട്രഡീഷണൽ സെൽഫ് ഗവർണൻസ് സിസ്റ്റമാണ്. വില്ലേജ് ഹെഡിനെ മുണ്ടാസ് എന്നാണ് അറിയപ്പെടുന്നത്. വില്ലേജ് ഹെഡുകളെ മുണ്ടാസ് എന്നാണ് പറയുന്നത്. ഈ 15 മുണ്ടാസിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കുന്നതാണ് മങ്കി എന്ന് പറയുന്നത്. അതാണ് മങ്കി മുണ്ട സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹോട്ട് ട്രൈബിലാണ്, ജാർഖണ്ഡിലെ ഹോട്ട് ട്രൈബിനിടയിലാണ് ഈ മങ്കി മുണ്ട സിസ്റ്റം. ഓർത്തിരിക്കുക. അപ്പൊ ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നത് ഈ ഒരു മങ്കി മുണ്ട സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്തേക്ക് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് കളക്ടർ മുതലുള്ള ആളുകൾ ഇടപെടുന്നു എന്നതിനെതിരായിട്ട് ഈ ഹോട്ട് ട്രൈബ്സ് മാർച്ചൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതായിരുന്നു നമ്മുടെ ന്യൂസ്. അപ്പൊ അത് റിലേറ്റഡ് ആണ് നമ്മൾ ആരാണ് ഈ ഹോട്ട് ട്രൈബ്സ്, എവിടെയാണ്, ജാർഖണ്ഡിലാണ്, അവരുടെ എന്താണ് ഈ മങ്കി മുണ്ട സിസ്റ്റം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ മങ്കി മുണ്ട സിസ്റ്റം എന്ന് പറയുന്നത് പ്യുവർലി ഇന്റേണൽ സെൽഫ് ഗവർണിംഗ് മെക്കാനിസം വിത്ത് നോ സോവറിൻ അതോറിറ്റി ഔട്ട്സൈഡേഴ്സ് ദാറ്റ് വർ കളക്ടിംഗ് ടാക്സസ്. ദ മങ്കി ആൻഡ് മുണ്ട ഹാസ് നോ റെസ്പോൺസിബിലിറ്റി ഫോർ റവന്യൂ ഓർ ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. അതായത് അവരുടെ ഇന്റേണൽ ഇഷ്യൂസ് മാത്രമാണ്, ലാൻഡ് ടാക്സ് കാര്യങ്ങളൊന്നും മങ്കി മുണ്ട സിസ്റ്റം നോക്കുന്നില്ല. അവർക്ക് ഈ പറയുന്ന ഇന്റേണൽ കാര്യങ്ങൾ നോക്കാനായിട്ട് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല, അവർക്കത് ഇഷ്ടമല്ല. അപ്പൊ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കൊളോണിയൽ ടൈമിലാണ് ഈ ഒരു സിസ്റ്റം ഒക്കെ പ്രോപ്പറായിട്ട് വരുന്നത്. അതായത് 1973 ബ്രിട്ടീഷേഴ്സ് വന്നു, പെർമനന്റ് സെറ്റിൽമെന്റ്സ് കൊണ്ടുവന്നു, സമീന്ദാസ് ഒക്കെ വന്നു. അപ്പൊ സമീന്ദാസിനെ മീറ്റ് ചെയ്യാനായിട്ട്, അവരുടെ ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റാതിരുന്ന സമയത്ത് അവർ ഈ ഹോട്ട് ട്രൈബിന്റെ ഏരിയ എൻക്രോച്ച് ചെയ്യാനും അവർ ഇതിന്റെ പാട്ടക്കാക്കാനായിട്ട് തുടങ്ങി. ദെൻ ഹോട്ട് ട്രൈബർ എന്താണ് ഇതിനെതിരെ റിബലിയൻ ഒക്കെ തുടങ്ങി, അവിടെ പ്രശ്നങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഹോട്ട് ട്രൈബിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയാന്ന്.
ദെൻ ആ സമയത്ത് അവിടെ ഒരു വിൽക്കിൻസൺ എന്ന് പറയുന്ന ക്യാപ്റ്റൻ തോമസ് വിൽക്കിൻസൺ എന്ന് പറയുന്ന ആളെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹമാണ് കൊൽഹൻ ഗവൺമെന്റ് എസ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു. സെറ്റ് ഓഫ് 31 റൂൾസ്. ദ സോ കോൾഡ് വിൽക്കിൻസൺസ് റൂൾസ് മീൻ ടു ബി ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഫോർ ഹോ കമ്മ്യൂണിറ്റി ലീഡേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിൻസിപ്പിളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ഔട്ട്സൈഡേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു ഗൈഡ് ലൈൻ ആണ് അവരുടെ ഇടയിൽ നിലനിന്നുകൊണ്ടിരുന്നത് ഒരു 30 വർഷത്തോളം. അപ്പൊ ആ ഒരു ഗൈഡ് ലൈൻസിനൊക്കെ ഒരു ബ്രീച്ച് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവര് ഇങ്ങനെയുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഹോട്ട് ട്രൈബ് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അതൊരു ട്രൈബൽ ഏരിയ ആണ്. അവരുടെ സിസ്റ്റം എന്താണ്? മങ്കി മുണ്ട സിസ്റ്റം. എന്താണ് ഈ മങ്കി മുണ്ട സിസ്റ്റം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മുടെ റെഡ് ഫോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടാണ്? നമ്മുടെ ഈ പറയുന്ന റെഡ് ഫോർട്ടിലാണ്. അപ്പൊ നമ്മൾ മുൻപ് ഒരിക്കലും കേട്ടിട്ടുണ്ട് ആസിഡ് റെയിൻ പ്രകാരം നമ്മുടെ എന്താണ് താജ്മഹലിന് നല്ല രീതിയിൽ ആ ഒരു വൈറ്റ് മാർബിൾസിന്റെ ഒക്കെ കളർ മാറുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം തന്നെ ഡൽഹിയിലെ പൊല്യൂഷൻ കാരണം അത് റെഡ് ഫോർട്ടിനെ നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഐക്കോണിക് റെഡ് ഫോർട്ട് ഇൻ ഡൽഹി ഈസ് ഫേസിംഗ് ആക്സിഡന്റ് ഡാമേജ് ഡ്യൂ ടു റൈസിംഗ് എയർ പൊല്യൂഷൻ. നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ് നമ്മുടെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സ്റ്റഡി പറയുന്നത് ഈ റെഡ് ഫോർട്ടിന്റെ ആ ഒരു ചുമരുകളിലേക്ക് ഒരു ബ്ലാക്ക് ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ക്രസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നല്ല രീതിയിൽ ഹെവി മെറ്റൽസിന്റെ എമൗണ്ട് കാണാനായിട്ട് പറ്റി. അതായത് ആ ഹെവി മെറ്റൽസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് എയർ പൊല്യൂഷൻ മൂലമാണ്. നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് നല്ല രീതിയിൽ ബേൺ ചെയ്തിട്ട് ഉണ്ടാവുന്ന ആ ഒരു പാർട്ടിക്കിൾസ് ആണ് ഈ ഒരു ഹെവി മെറ്റൽസിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു പ്രസൻസ് എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹെവി മെറ്റൽസ് ഇൻ ദ ബ്ലാക്ക് ക്രസ്റ്റ് സാമ്പിൾ ദാറ്റ് ദ റിസർച്ചർ സെഡ് പോസിബിൾ അക്രോസ് ഫ്രം ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, അതുപോലെ തന്നെ ടിയർ ഓഫ് വെഹിക്കിൾസ്, മെക്കാനിക്കൽ പാർട്സ്, ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ലോങ് റേഞ്ചിലുള്ള എയർ പൊല്യൂഷൻ കാരണം എന്താണ്? റെഡ് ഫോർട്ടിന്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ ബ്ലാക്ക് ഫോർട്ട് എന്നൊക്കെ മാറ്റേണ്ടതായിട്ട് വരും, പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രമാണ് ഡൽഹിയിലെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇവിടെ പെട്ടെന്ന് തന്നെ എന്താണ് റെഡ് ഫോർട്ട് എന്ന് നോക്കാം. ലാൽ കില അല്ലെങ്കിൽ മുഗൾ ഫോർട്ട് ആണ്. ഷാജഹാന്റെ ടൈമിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. 1639 ഷാജഹാൻ ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഡിസൈൻഡ് ബൈ ഉസ്താദ് അഹമ്മദ് ലഹൗരി ആണ്. അതുപോലെ തന്നെ ഉസ്താദ് ഹമിദ ആണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇത് മുൻപ് അറിഞ്ഞിരുന്നത് ഖില എ മുബാറക് അല്ലെങ്കിൽ ബ്ലെസ്ഡ് ഫോർട്ട് എന്നാണ്. ഇത് എവിടാണ്? യമുന റിവറിന്റെ ബാങ്ക്സിലാണ് നമുക്ക് ഇത് കാണപ്പെടുന്നത്. റെഡ് ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബിൽറ്റ് ആസ് ദ പ്ലേസ് ഓഫ് ഫോർട്ട് ഓഫ് ഷാജഹാനാബാദ്, the new capital of the 5th Mughal Emperor Shahjahan. Then fort complex residence of Mughal empires nearly 200 years until 1857. Then 2007 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തു. നമ്മുടെ എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ റെഡ് ഫോർട്ടിൽ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ദെൻ നമ്മുടെ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു ന്യൂസാണ്. ഇന്നലത്തെ ഹിന്ദുവിൽ വന്നിരുന്ന ഒരു ന്യൂസ് ആയിരുന്നു. നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു നേറ്റീവ് സ്പീഷീസ് ആണ് കൊലാല എന്ന് പറയുന്ന ഈ ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു സ്പീഷീസ്. അപ്പോൾ ആ ഒരു സ്പീഷീസിന് ഒരു ക്ലാമൈഡിയ എന്ന് പറയുന്ന ഒരു രോഗം വന്ന് ഇതിന് വംശനാശം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രോഗം കാരണം എന്തെന്ന് പറയുന്ന ആ ഒരു ഇൻഫെക്ഷൻ കാരണം അതിന് causing infertility and death in the iconic native species that is listed as endangered in part of Australia. ഓസ്ട്രേലിയയിലെ നേറ്റീവ് ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇത് കൊലാല എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു രോഗം വന്ന് അതിന്റെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കാനായിട്ടുള്ളത് ഈ കൊലാല എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ നേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഈ ഒരു അസുഖത്തിനെ കുറിച്ചുമാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് ഇത് സ്പീഷീസിനെ അഫക്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് പ്രിലിംസ് റിലേറ്റഡ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക്
പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വഖഫ് ആക്ട് അമെൻമെന്റ് ആക്ടിന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് അമെൻമെന്റുകൾ ഏതൊക്കെയാണ് സ്റ്റേ ചെയ്തത്, ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വന്നു, എങ്ങനെ വുമൻസ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാം, അതുപോലെ തന്നെ വുമൻ പാർട്ടിസിപ്പേഷൻ വഴി നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തു. എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് റിലേറ്റഡ് ആയിട്ട് വന്നൊരു എഡിറ്റോറിയലാണ്. നമ്മുടെ എത്തിക്സ് പേപ്പറിൽ വരുന്നൊരു കേസ് സ്റ്റഡിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹോട്ട് ട്രൈബിന്റെ ഇടയിലുള്ള മാങ്കി മുണ്ട സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് ഫോർട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഡ് ഫോർട്ടിലെ എയർ പൊല്യൂഷൻ കാരണം വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കൊലാലാനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂസുകളുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. അതുവരേക്കും ബൈ.